ഹലോ ഫ്രണ്ട്സ്, വള്ളുവനാട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടോ. ഇന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. പതിപോലെ ഇന്നും അങ്ങനെ തന്നെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ എഴുന്നേറ്റു, പക്ഷേ അനിമോൾ എഴുന്നേറ്റില്ല. അനിമോളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അനിമോൾ എണീക്കണില്ല. അങ്ങനെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇപ്പം മഴയൊന്നുമില്ലല്ലോ, 2-3 ദിവസമായിട്ട് മഴയൊക്കെ വളരെ കുറവാണ്. രാവിലെ ഇല്ല, രാത്രി മഴയില്ല. അപ്പോഴേക്കും അനിമോൾ നീറ്റ് വന്നു. എല്ലാവരും ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണത് എന്നുള്ള കാര്യം. ഈ രാവിലെ എഴുന്നേറ്റാനുള്ള വീഡിയോ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കണമെന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും സ്റ്റാൻഡ് വെച്ചിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അറിയാത്തവർ ചുരുക്കാണ്ടാവുള്ളൂ. അങ്ങനെ ചോദിക്കുന്നവർക്ക് എന്തായാലും അതിന് വേണ്ടി പറയുകയാണ്, നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്. ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാറ്. രാവിലെ വൈകുന്നേരത്തെ എപ്പോഴായാലും വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. മുറ്റടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഉമ്മറവസ്ഥയിലേ അധികം ചപ്പൊന്നും ഇപ്പം ഉണ്ടാവാറില്ല. കാരണം ഇപ്പോൾ പുതിയ ടാർപ്പായി മേടിച്ച് നമ്മുടെ ഫ്രണ്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലും ഈ അടുക്കള ഭാഗത്തൊക്കെ പുതിയ ടാർപ്പായി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ വെള്ളം, എന്താ പറയുക, നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. നമ്മുടെ വീടിൻ്റെ ഇത് അറിയാമല്ലോ, ആ ചെറിയ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുതിയ ടാർപ്പായ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചറയൊക്കെ ഉണ്ടാവണം നമ്മുടെ ഈ മുളയുള്ള ഭാഗത്താട്ടോ. അവിടെ ഈ മുളയിലേക്ക് വേണ്ടിയിട്ട് എന്നും ഇതേപോലെ തന്നെ, എപ്പോഴും ഒരേപോലെ ഉണ്ടാവും. അവിടെ അടിച്ചാലും അടിച്ചില്ലെങ്കിൽ എല്ലാം എപ്പോഴും ഒരേപോലെ. അനിമോൾ അപ്പോഴേക്കും അടുപ്പത്തെ ചാരൊക്കെ വാരി അടുപ്പിന് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാത്രി എന്തായാലും വെള്ളം അടിച്ച് നിറയ്ക്കാറില്ല. അപ്പോൾ രാവിലെയാണ് വെള്ളം അടിച്ച് നിറയ്ക്കാറ്. അപ്പോഴേക്കും നമ്മുടെ കാശിക്കൂട്ട നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല എത്ര നേരത്തെ നീക്കുന്നത്. ആശ അതാ നീറ്റ് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് എന്താണോ നേരത്തെ നീറ്റിരിക്കണത്, അല്ലെങ്കിൽ എന്നും 7 മണിക്കൊക്കെ നീക്കുക. ഇന്ന് നേരത്തെ നീറ്റിട്ട് വന്നിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് വീട്ടിലെല്ലാവർക്കും വയ്യായി കേട്ടോ. പനി, ചുമ, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, അനിമോൾക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, മക്കൾക്കും ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ അനിമോൾ വെള്ളമൊക്കെ വെച്ച് എന്നിട്ട് അനിമോൾ തുടയ്ക്കാനൊക്കെ പോയിട്ടോ വീട്ടിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉപ്പേരിക്കുള്ള മുറിക്കാട്ടോ. ഉപ്പേരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമരക്കായയും ബീൻസും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത്. വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഇന്ന് ഉപ്പേരി മാത്രമാണ് നമുക്ക് സ്പെഷ്യലായിട്ട്. രാവിലത്തെ ഈ ഒരു പാടത്തിൻ്റെ വൈബ് എല്ലാ ദിവസവും നമ്മളോട് കാണിക്കാൻ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു വൈബ് കാണിച്ചു കൊടുക്കും. പക്ഷേ അത്രയും മനോഹരമാട്ടോ ഈ വൈബ്. തുണി അലക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ തുണി മാത്രമുള്ള ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ 5 പേരുടെ ഡ്രസ്സുകളുണ്ട് തുണി തിരുമ്പാൻ. അത് നല്ലൊരു പണിയാണ്. രാവിലെ വൈകുന്നേരത്തൊന്നും സാധിക്കില്ല പണി മാറ്റി വന്നിട്ട്. അപ്പോൾ 5 പേരുടെ ഡ്രസ്സും രാവിലെയാണ് നമ്മൾ തിരുമ്പാറ്. യൂണിഫോമും കാര്യങ്ങളൊക്കെ. യൂണിഫോമൊന്നും പിന്നെ രാത്രി അലക്കിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വൃത്തിയായെന്ന് കൂടി നേരെ അറിയില്ല. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും അനിമോൾ ചോറിനുള്ള അരിയൊക്കെ കഴുകി അടുപ്പിൻ്റെ മുകളിലിട്ടു. ഇന്ന് നമ്മുടെ കോഴികളെ വീഴുന്ന സീനില്ല കേട്ടോ. കോഴികളെല്ലാം അന്ന് ചാടിപ്പോയി. രാവിലെ വീഡിയോ എടുക്കാൻ കുറച്ച് നേരം വൈകി കോഴികളുടെ. അപ്പോഴേക്കും നമ്മുടെ അത് കറക്റ്റ് ലോക്കൊന്നുമല്ല അതിൻ്റെ ഡോറ്. അപ്പോൾ അത് കൂടെയൊക്കെ ചാടിപ്പോവും. നേരെ നന്നായി വെളുത്താൽ അത് തന്നെ ചാടിപ്പോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോഴികളിൽ അണ്ണന് പിന്നെ പണിയെടുക്കാനൊന്നും മടിയില്ല കേട്ടോ. ആകെ ഒരു പ്രശ്നം പറയണം, അച്ഛൻ അവിടെ നല്ല കൊതുകുണ്ട്, എന്നെ കൊതുക് അടിച്ചിട്ട് വയ്യ, ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിക്ക് പൊന്നോ, വെള്ളം നിറച്ചിട്ട് പോകാന്നൊക്കെ പറയണം. അതാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ തുണികളൊക്കെ നേരത്തെ നമ്മൾ അലക്കിയിടായിരുന്നു. അതൊക്കെ പിഴിഞ്ഞ് വെക്കണം. എന്നിട്ട് കംഫർട്ടിലൊന്ന് മുക്കി വെക്കണം. എന്നാലാണ് അതിൻ്റെ ഇപ്പോൾ ഈ മഴ അടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഉണയും കിട്ടില്ല. അപ്പോൾ ഒരു ഈറഞ്ചൂര് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ടിൽ മുക്കിയിട്ട് തുണികളൊക്കെ പിഴിഞ്ഞിട്ട് ഉണക്കാൻ കൊണ്ടുപോയിട്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സല്ല കൂടുതൽ, മക്കളുടെയാണ് കൂടുതൽ. അവർക്ക് ഒരു ദിവസം 2-3 ഡ്രസ്സ് വേണം. നമുക്ക് 1-2 മതി. പക്ഷെ അവർക്ക് അങ്ങനെ 2-3 ഡ്രസ്സ്, കളിക്കാൻ പോകുമ്പോൾ ഡ്രസ്സ്, സ്കൂളിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ്, സ്കൂളിൽ നിന്ന് വന്ന ഒരു ഡ്രസ്സ്, അങ്ങനെ 2-4 ഡ്രസ്സാണ് ഒരു ദിവസം. അതുകൊണ്ട് അവരുടെയാണ് തോനെ ഡ്രസ്സ് ഉണക്കാൻ. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടിക്ക് നമുക്ക് പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടികൾ ചെയ്യാൻ. അനിമോളുടെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് പതിവുകളൊന്നും തെറ്റിച്ചിട്ടില്ല കേട്ടോ. എന്നത്തെയും പോലെ ഇന്നും ഭഗവാനെ വിളക്കൊക്കെ വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവണം. നമ്മളെ സ്നേഹിക്കുന്നവരുടെയും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നന്നായി നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസം നേരെയാണ് എല്ലാവർക്കും. വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഉപ്പേരി വെക്കാനുള്ള പരിപാടി കേട്ടോ അടുത്ത് നമ്മൾ നോക്കാമാണ്. ഉപ്പേരി നമ്മൾ പറഞ്ഞല്ലോ, അമരക്കായും ബീൻസും കൂടിയാണെന്ന് ഉപ്പേരി. വേറെ കറികളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെഷ്യലായിട്ട്. സ്പെഷ്യലും എന്താ പറയുക, കറിയും ഉപ്പേരിയും ഒക്കെ ഒന്ന് തന്നെ. ഇതുകൊണ്ടാണെന്ന് നമ്മൾ ചോറൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ചായയും ഇതൊക്കെ ആയി. അങ്ങനെ അനിമോൾ ദോശ ഉണ്ടാക്കണം കേട്ടോ. എന്നും ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ ഈ ദോശ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല. കാരണം ദോശ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ആ പരിപാടി നടക്കില്ല. അപ്പോൾ ഇഡ്ഡലിയാണ് പറ്റൂ. എല്ലാ വീട്ടിലെ അമ്മമാർക്കും എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ദോശയ്ക്ക് അങ്ങനെ സ്പെഷ്യൽ കറികളൊന്നുമില്ല കേട്ടോ ഇന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കടല, ചെറുപയറോ
അങ്ങനെ വല്ലതും ഉണ്ടാക്കും. ഇന്ന് സ്പെഷ്യൽ കറികളൊന്നുമില്ല, ഇന്ന് ചട്നി മാത്രമേ ഉള്ളൂ. അതിനുള്ള തേങ്ങയും ചെറിയ കൊടുത്ത് കണ്ണന് നേരത്തെ പോകണമല്ലോ, അപ്പോൾ കണ്ണന് നേരത്തെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ചട്നി ആയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കണ്ണൻ കഴിക്കണത്. നല്ല ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണ്, അത് കൂട്ടിയിട്ടാട്ടോ കണ്ണൻ കഴിക്കണത്. കണ്ണനെ നേരത്തെ നമ്മുടെ 8:30 ആകുമ്പോഴേക്കും കണ്ണനെ പോകണം. ആ കൂട്ടത്തിൽ ഞാനും ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞു. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ വീട്ടുപണികളൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് നേരത്തെ പോകണം, അതുപോലെ മക്കൾക്കും പോകണം, അമ്മയ്ക്ക് പിന്നെ വയ്യ. അപ്പോൾ വീടിൻ്റെ എല്ലാവരുടെ കാര്യം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടുപണി ചെയ്യുന്ന അത്ര വലിയ കുറച്ചിലായിട്ടൊന്നും ആരും കാണണ്ട കേട്ടോ. അതൊരു അന്തസ്സുള്ള പണി തന്നെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാൻ. അപ്പോഴേക്കും അനിമോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, ചോറൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല കണ്ണനെയും കൊണ്ടുപോകണം. കണ്ണനെ ഒരു 11 മണിക്ക് എന്തെങ്കിലും കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോകുന്നതല്ലേ, 8:30 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ 11 മണിക്ക് എന്തെങ്കിലും കഴിക്കണം. ഈ റോഡ് നമ്മുടെ ഭയങ്കര മോശമാണ്. ഇതെന്ന് നേരാവുമെന്ന് അറിയില്ല. ഇവരെ 2 പേരെയും കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പണിക്ക് പോകണമെങ്കിൽ. അങ്ങനെ അനിമോളെ കൊണ്ടാക്കി, അവളിൽ ബസ്സിന് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് കണ്ണനെയും കൊണ്ടാക്കിട്ടോ, എന്നിട്ട് വേണം എനിക്ക് പണിക്ക് പോകാം. അപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടീം ഫ്രം വള്ളുവനാടൻ ഫാമിലി.